ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ എണ്ണക്കുപ്പി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈ ഇങ്ങനെ വഴുവഴുപ്പ് വരും, അല്ലെങ്കിൽ വഴുക്കി താഴേക്ക് വീഴുകയും ഒക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്പ് എണ്ണക്കുപ്പിയുടെ പുറം ഭാഗത്തുള്ള വഴുവഴുപ്പ് മാറ്റാനുള്ളൊരു ടിപ്പും, രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണ തീർന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കുപ്പി എടുത്ത് കളയാറാണ് പതിവല്ലേ. കാര്യം അതിനകത്ത് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒന്നിനും നമ്മൾ എടുക്കത്തില്ല, വേറെ ഉപയോഗങ്ങൾക്കൊന്നും തന്നെ എടുക്കത്തില്ല. കാര്യം എത്ര നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ എണ്ണയുടെ അംശം അതിനകത്ത് ഉണ്ടാവും. എന്നാൽ ഈ ഒരു എണ്ണയുടെ അംശം കളയാനുള്ള ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എണ്ണ വാങ്ങുന്ന ഇതുപോലുള്ള ചെറിയ കുപ്പികളെടുത്ത് കളയണ്ട, എണ്ണയുടെ അംശം പൂർണ്ണമായി മാറ്റിയിട്ട് നമുക്ക് മറ്റ് ഉപയോഗങ്ങൾക്കായി ഈ ഒരു കുപ്പി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയേക്കാളും ഏറ്റവും നല്ലത് പൊട്ടുന്ന കുപ്പികൾ തന്നെയാണ്. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളായിട്ടും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് വല്ല സ്പൂണോ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. എല്ലാത്തിനും ഓരോ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. സാധാരണ ഇതുപോലുള്ള ബോട്ടിലിൽ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ ഒഴിച്ചു വയ്ക്കുന്ന ഒരു പാത്രം കാണും. അത് മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ പൊട്ടുന്ന ടൈപ്പ് കുപ്പികളിലായിരിക്കും എണ്ണ സൂക്ഷിച്ചു വെക്കുന്നത്. ഏറ്റവും നല്ലതും അത് തന്നെയാണ്. എന്നിട്ട് എണ്ണ വാങ്ങുന്ന ഈ കുപ്പികൾ വലിച്ചെറിയാനാണ് പതിവ്, അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്കൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ ഇതിനകത്തെ എണ്ണമയം പൂർണ്ണമായി മാറ്റിയിട്ട് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും നമുക്കുണ്ട്. എന്നാൽ ഈ എണ്ണമയം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ ടിപ്പിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ ഒരു കുപ്പിയുടെ പുറം ഭാഗത്തെ വഴുവഴുപ്പ് മാറ്റാൻ വേറെ ഒന്നും വേണ്ട, വീട്ടിലെ ഗോതമ്പ് പൊടി മാത്രം മതി കേട്ടോ. ഗോതമ്പ് പൊടി ഇതുപോലെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്ത്, കുപ്പിയുടെ പുറം ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഉരച്ചു കൊടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ പുരട്ടേണ്ട ആവശ്യമില്ല. ആ വഴുവഴുപ്പ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇത് ചില്ല് കുപ്പിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് സ്ഥിരമായിട്ട് നിങ്ങൾ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്ന കുപ്പിയിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ചില്ല് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ എണ്ണ കുപ്പിയുടെ പുറം വശത്ത് എണ്ണമയമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്തു കൊടുത്താൽ അതിൻ്റെ വഴുവഴുപ്പ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ. തൂത്തു കൊടുത്തതിന് ശേഷം നന്നായി പച്ചവെള്ളത്തിൽ കഴുകാൻ മറന്നു പോകരുത്. അതുപോലെ സോപ്പൊന്നും തേക്കേണ്ട കാര്യമേ ഇല്ല. ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഈ ഒരു വഴുവഴുപ്പ് എന്നുള്ള പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു സൂപ്പർ ടിപ്പാണ്, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഞാൻ കാണിക്കുന്ന കുപ്പി സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്ന കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗശൂന്യമായിട്ട് കളയാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ കാണിക്കുന്നത് കൊണ്ടാണ് ആ വഴുവഴുപ്പ് മാറ്റാനുള്ള, പുറം ഭാഗത്തെ വഴുവഴുപ്പ് മാറ്റാനുള്ള ടിപ്പും കൂടി ഇതിൽ കാണിച്ചു തന്നത് കേട്ടോ. അല്ലെങ്കിൽ ചില്ല് പാത്രത്തിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ പുറം ഭാഗത്ത് ഞാൻ ഗോതമ്പ് പൊടി പുരട്ടിയതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പുറം ഭാഗത്തെ വഴുവഴുപ്പ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തെ എണ്ണമയം എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. പുറം ഭാഗത്തെ എണ്ണമയം മാറ്റുന്നത് പോലെ അല്ല കേട്ടോ. അകം ഭാഗത്തെ എണ്ണമയം മാറ്റാൻ ഭയങ്കര പാടാണ്. എത്ര നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാലോ സോപ്പിട്ട് കഴുകിയാലോ ഇത് മാറില്ല. അപ്പോൾ അതിനായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വേറെ സാധനങ്ങളൊന്നും വേണ്ട. ആദ്യമായിട്ട് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. ഒത്തിരി വിനാഗിരിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരടപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 2-3 തുള്ളി ഇതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലിക്വിഡും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അരിയാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. പച്ചരിയോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ മുമ്പും കുപ്പി വൃത്തിയാക്കുന്ന ഒരു ടിപ്പിൽ അരി വെച്ച് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ്. അരി വെച്ചിട്ട് നന്നായിട്ട് കുലുക്കുമ്പോൾ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെല്ലാം മാറിപ്പോവും. മാത്രവുമല്ല നമ്മൾ ചേർത്തിരിക്കുന്ന 3 സാധനങ്ങളും എണ്ണമയം പൂർണ്ണമായിട്ട് മാറ്റാനുള്ളൊരു കഴിവുണ്ട്. പ്രത്യേകിച്ച് വിനാഗിരിയും സോപ്പും കൂടെ ചേരുമ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു എണ്ണമയം പോയി കിട്ടും കേട്ടോ. മാത്രവുമല്ല ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറകളോ അല്ലെങ്കിൽ എണ്ണമയോ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റാനാണ് നമ്മൾ അരിമണികൾ അതിലേക്ക് ഇട്ടത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുലുക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു
കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായി അടച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് കുലുക്കിയെടുക്കാം കേട്ടോ. 5 മിനിറ്റൊന്നും വേണ്ട, കുറച്ചൊന്ന് കുലുക്കിയെടുത്താൽ മതി. ഞാനിവിടെ ഒരു കണക്ക് പറഞ്ഞതാണ് 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ആ പതയോടൊപ്പം തന്നെ എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. സാധാരണ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് കളയണം. എന്നാൽ അടുക്കളയിലെ ചില നുറുങ്ങു വിദ്യകൾ പ്രയോഗിക്കാൻ ഇതുപോലുള്ള ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ, ഉദാഹരണം മിനറൽ വാട്ടറിൻ്റെ കുപ്പി, ഇതുപോലുള്ള കുപ്പികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സ്പൂണുകൾ ഇട്ട് വയ്ക്കാനോ, കുപ്പി പകുതിയായി മുറിച്ചതിന് ശേഷം നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യത്തിന് ടിഷ്യൂ പേപ്പർ അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കൈ തുടയ്ക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ പല ഉപയോഗങ്ങളും ഈ ഒരു വലിച്ചെറിയുന്ന കുപ്പികൾ കൊണ്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എണ്ണമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എണ്ണമയം പൂർണ്ണമായും മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ടിപ്പുകളും ഇതിലൂടെ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു കുപ്പിയുടെ അകത്തെ ആ ഒരു സോപ്പൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കാണാം. ഇത് നിങ്ങൾക്ക് ചില്ല് കുപ്പിയിലും ചെയ്യാവുന്നതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില്ല് കുപ്പികൾ വൃത്തിയാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. ഒരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയായിരിക്കും. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ജെനുവിനായിട്ട് തന്നെ എന്നെ എഴുതി അറിയിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എഴുതി അറിയിക്കുക. ദാ നോക്കൂ, കുപ്പി മുഴുവനായിട്ടും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ എണ്ണമയം മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും കുക്കിംഗ് വീഡിയോസും യാത്രാവിശേഷങ്ങളും ടിപ്സുകളും ഒക്കെയായി നമുക്ക് കാണാം. അതുവരേക്കും ബായ്.